السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد. സഹോദരങ്ങളെ, പുതിയ ഒരു അധ്യായവുമായാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. സൂറത്തുൻ നഹ്ൽ എന്ന അധ്യായം. അന്നഹ്ൽ നമുക്കൊക്കെ സുപരിചിതമായ അധ്യായമാണ്. 128 വചനങ്ങളാണ് നഹ്ലിലുള്ളത്. 128 വചനങ്ങൾ, 7642 അക്ഷരങ്ങളാണ് ഹംസ ഒഴികെ. നമ്മൾ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളിലും അക്ഷരങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഹംസ കൂട്ടിയിട്ടില്ല കേട്ടോ. അതുപോലെ 1844 കലിമത്തുകളാണ്, വാക്കുകളാണ് ഉള്ളത് ഇതിൽ. ലഫ്ലുൽ ജലാല അള്ളാ എന്ന ലഫ്ല് 84 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഈ സൂറയിൽ. ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കിയാൽ 267 പേജ് മുതൽ 281 പേജ് വരെയാണ് സൂറത്തുൻ നഹ്ൽ ഉള്ളത്. ആരംഭവും അവസാനവും ഒക്കെ 14 ജുസയിലാണ്. 27-28 ഹിസ്ബുകളിലായാണ് ഈ സൂറ ഉള്ളത്. ഈ സൂറയിൽ 259 വാക്കുകൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അത് ഏകദേശം 1179 തവണയാണ് മൊത്തം ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു നേരത്തെ, ആവർത്തിക്കാത്ത വാക്കുകൾ 665ആണ്. 259 എണ്ണം ആവർത്തിച്ചു വന്നതാണ് എന്നർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, 1844 കലിമത്തുകളാണ് മൊത്തമുള്ളത്. അപ്പോൾ വളരെ കുറച്ച് കലിമത്തുകളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൂ എന്നർത്ഥം. ആവർത്തിച്ചു വരാത്തത് 665 എണ്ണം മാത്രമാണ്. ആ 665ഉം ആവർത്തിച്ചു വന്ന 259 കൂടി പഠിച്ചാൽ ഈ സൂറയിലുള്ള എല്ലാ വാക്കുകളും പഠിച്ചവരായി നമുക്ക് മാറാൻ സാധിക്കും എന്നർത്ഥം. ഈ സൂറയിലെ 50 വചനത്തിൽ സുജൂദുണ്ട്, തിലാവത്തിൻ്റെ സുജൂദ്. വളരെ വൈകാരികമായ ഒരു സുജൂദാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് 16 സൂറത്താണ്. മുസാഹിഫിലുള്ള ഘടന പരിശോധിച്ചാൽ 16 സൂറത്താണ്. അവതരണ ഘടന നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 73 സൂറയായി അവതരിച്ചതാണ് ഇത്. സൂറത്തുൽ കഹ്ഫിന് ശേഷമാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ഇതിന് മറ്റൊരു പേര് കൂടി പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നുണ്ട്. അത് സൂറത്തു നിഅം എന്നാണ്. നിഅമത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് നിഅം. അത് നമുക്ക് എന്തുകൊണ്ട് എന്ന് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുമായി നമുക്കൊന്ന് പരിചയപ്പെടാം. സൂറത്തു നഹ്ൽ. സൂറത്തു നിഅം എന്നതിന് പേരുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അധ്യായത്തിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളുടെ കഥ പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ പ്രവാചകന്മാരുടെ കഥകളാണല്ലോ മറ്റധ്യായങ്ങളിലൊക്കെ കേട്ടത്. ഇതിൽ പ്രവാചകന്മാരുടെ കഥയില്ല. അതിനു പകരം ഇതിലുള്ളത് അനുഗ്രഹങ്ങളുടെ കഥയാണ്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് കനിഞ്ഞരുളിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്തതാണ്. അതും ഈ സൂറയിൽ, ഈ അധ്യായത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. ഒരുപാട് തരം വ്യത്യസ്തമായ അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞ ശേഷമാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പുതുമ, അതിൻ്റെ വൈവിധ്യം, അതൊക്കെ ഈ അധ്യായത്തിൽ അനാവരണം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ കഴിഞ്ഞ സൂറകളിലൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ചുറ്റും സഹോദരങ്ങളെ വ്യാപിച്ചു കിടക്കുകയാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് തണൽ തന്നുകൊണ്ടിരിക്കുന്ന ആകാശം, നമ്മെ കിടത്തി ഉറക്കിക്കൊണ്ടിരിക്കുന്ന ഭൂമി, നമുക്ക് ഭക്ഷണത്തിനായി ഭക്ഷ്യയോഗ്യമായി തന്നുകൊണ്ടിരിക്കുന്ന സസ്യലതാദികൾ,
ഇങ്ങനെ എണ്ണിയാൽ ഒരുങ്ങാത്ത നിഅമത്തുകളെക്കുറിച്ച് ഈ സൂറയിൽ സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് ഈ സൂറയിൽ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കാണുന്ന, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഓരോ നിഅമത്തും, ആ ഓരോ നിഅമത്തും നമുക്ക് മസ്ഊലിയത്താണ്, ഉത്തരവാദിത്തമാണ്. നമുക്ക് ഉത്തരവാദിത്തമാണ്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? നമ്മളൊരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത, അശ്രദ്ധമാകാൻ പാടില്ലാത്ത ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് ഈ നിഅമത്തുകളൊക്കെ അനുഭവിക്കാനും അനുഭവിച്ചുകൊണ്ട് അതിന് ശുക്ർ ചെയ്യാനുമാണ്. അതാണ് ഈ നിഅമത്തുകളെ നമ്മുടെ മുമ്പിൽ വാരി വിതറിയതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. സഹോദരൻ, ഈ നിഅമത്തുകൾക്ക് നാം അള്ളാഹുവിനോട് ശുക്ർ കാണിച്ചില്ലെങ്കിൽ ഈ നിഅമത്തുകൾ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്ന് നാം മനസ്സിലാക്കണം. എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് അള്ളാഹുവിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗവും പരന്നു കിടക്കുന്ന ഈ നിഅമത്തുകളെ നമുക്ക് കാണാൻ സാധിക്കണം. ആ നിഅമത്തുകൾ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഈ സൂറയിൽ. അതുകൊണ്ട് തന്നെ സൂറ നഹ്ൽ വായിക്കുമ്പോൾ നമുക്ക് മാഷാ അല്ലാഹ് അള്ളാഹുവിനോട് വല്ലാത്ത ശുക്ർ അനുഭവപ്പെടും. ഈ സൂറ അവതരിച്ച അന്തരീക്ഷം അത് വളരെ പ്രധാനമാണ്. അന്തരീക്ഷം മനസ്സിലാക്കുന്നത് നമ്മൾ കഴിഞ്ഞ സൂറകളിലൊക്കെ അവതരിക്കപ്പെട്ട അന്തരീക്ഷം പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു 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 വികാരം ശരിക്കും ലഭിക്കുക. നോക്കൂ, ഇസ്ലാമിക ദഅവത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് നഹ്ൽ അവതരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും അതികഠിനമായ മർദ്ദനം, പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രംഗം, അവർക്ക് ആരെങ്കിലുമൊക്കെ അവരെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും സഹായിക്കാനുമൊക്കെ ഓടി വന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു സന്ദർഭം. അപ്പോഴാണ് സൂറത്തുൻ നഹ്ൽ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഈ സൂറത്തുൻ നഹ്ൽ നമ്മൾ ഈ ഒരു ആശയത്തോടു കൂടി, ഈ ഒരു വിചാരത്തോടു കൂടി സൂറത്തുൻ നഹ്ൽ വായിച്ചാൽ നമുക്കതിൽ വലിയ സമാധാനം കണ്ടെത്താൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ സൂറത്ത് നമ്മളോട് പറയുന്നത് ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും, ഏത് പ്രതിസന്ധികളെയും നമ്മൾ അതിജയിക്കേണ്ടത് സബർ കൊണ്ടായിരിക്കണമെന്നാണ്. ആ സബർ, അതോടൊപ്പം തൗഹീദും അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ കേവലം ചിന്തയല്ല, മറിച്ച് അതനുസരിച്ചുള്ള പ്രവർത്തനം. അത് ഈ സൂറത്ത് നമ്മളെ വല്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത്, പ്രപഞ്ചത്തിലഖിലം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ, കഴിവിൻ്റെ, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ ഒക്കെ കയ്യൊപ്പുകളുണ്ട്. അതിൻ്റെ മഹത്വം, അള്ളാഹു ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുക മാത്രമല്ല, സൃഷ്ടിക്കുക മാത്രമല്ല, സംവിധാനിക്കുക മാത്രമല്ല, അതിനെ തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വലിയ മഹത്വം ഈ സൂറ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അതോടുകൂടി തന്നെ നേരത്തെ നാം പറഞ്ഞതുപോലെ വ്യത്യസ്തമായ നിഅമത്തുകൾ നമുക്ക് ശരിക്ക് ആ നിഅമത്തുകളിലേക്ക് നമ്മളെ ഇത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ശുക്ർ വരാവുന്ന രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അതാണ് ഇതിൻ്റെ മനോഹരമായ ഭാവം എന്ന് പറയുന്നത്. നമ്മളെത്ര കടുത്ത ഹൃദയത്തിൻ്റെ ആളുകളായാൽ പോലും സൂറ നഹ്ൽ വായിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് വല്ലാത്ത ഒരു നന്ദി തോന്നും. അള്ളാഹുവിനെ നമുക്ക് ശരിക്ക് കണ്ടെത്താൻ കഴിയും. അതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത്, ആ അള്ളാഹുവാണ് നിങ്ങളുടെ റിസ്ഖും നിങ്ങളുടെ ഹിമായത്തും സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അള്ളാഹുവാണ് നിങ്ങളുടെ സംരക്ഷകൻ. നിങ്ങളുടെ റിസ്ഖ്, നിങ്ങളുടെ ഉപജീവനം അള്ളാഹു സംരക്ഷിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സംരക്ഷണവും അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹു ഏറ്റെടുക്കും എന്നാണ്. അതാണ് ഈ സൂറത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ അധ്യായത്തിന് നമ്മൾ പറഞ്ഞല്ലോ നഹ്ൽ എന്നാണ് ഇതിൻ്റെ പേര് എന്ന്. നഹ്ൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് നഹ്ൽ എന്ന്. നഹ്ൽ ഒരു ഈച്ചയാണ്, തേനുൽപ്പാദിപ്പിക്കുന്ന ഈച്ച, തേനീച്ച എന്ന് പറയും. ഈ സൂറക്ക്, ഈ അധ്യായത്തിന് ഈ പേര് ലഭിക്കാനുള്ള കാരണം, ഈ സൂറയിൽ നഹ്ലിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഈ അധ്യായത്തിലെ
68-ാമത്തെ വചനം നഹ്ലുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. സത്യത്തിൽ നഹ്ൽ എന്ന് പറയുന്നത്, തേനീച്ച എന്ന് പറയുന്നത് സൃഷ്ടിപ്പിൻ്റെ വൈഭവം, സൃഷ്ടിപ്പിൻ്റെ സൗന്ദര്യം കാണിച്ചു തരുന്ന ഒരു പ്രത്യേക സൃഷ്ടിയാണ് തേനീച്ച എന്ന് പറയുന്നത്. സൃഷ്ടിപ്പിനൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം സുബ്ഹാനല്ലാഹ്, ആ സൗന്ദര്യം യഥാർത്ഥത്തിൽ നമുക്ക് സൃഷ്ടിപ്പിൻ്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, തേനീച്ച എന്ന് പറയുന്നത്, ആ തേനീച്ചയുടെ രാഷ്ട്രം പണിഞ്ഞിട്ടുള്ളത്, ആ തേനീച്ചയുടെ ആ ലോകം അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള അതിൻ്റെ വ്യവസ്ഥപ്പെടുത്തലുകൾ, അങ്ങനെ അതുപോലെ തന്നെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് തേൻ പുറത്തേക്ക് വരുന്ന രീതി, ഇതൊക്കെ അതിമനോഹരമായ സംഭവമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും മനോഹരമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ തേനീച്ചയുടെ സൃഷ്ടിപ്പും തേനീച്ച തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയുമൊക്കെ നമുക്ക് അതിലൂടെ കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ സംവിധാനിച്ച ഒരുപാട് നിഅമത്തുകൾ, പ്രാപഞ്ചികമായ നിഅമത്തുകളിൽ ഏറ്റവും മനോഹരമായത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, വഅൗഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഔഹാ റബ്ബുക ഇലൻ നഹൽ, നിൻ്റെ റബ്ബ് തേനീച്ചക്കും വഹി നൽകിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് തേനീച്ചക്ക് നൽകിയ ബോധനം എന്താണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ തേനീച്ചക്ക് വഹി നൽകുക എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ വഹീനെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോടാണ് യഥാർത്ഥത്തിൽ ഈ സംസാരം. അതാണ് ഇതിലെ മനോഹരമായ ദൃശ്യമെന്ന് പറയുന്നത്. അള്ളാഹുവിന് ഒരു പ്രാണിക്ക് വഹി നൽകി, ബോധനം നൽകി, ആ പ്രാണിയെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ രീതികൾ കൊണ്ടു നടക്കാൻ പ്രാപ്തമാക്കാവുന്ന രൂപത്തിൽ അള്ളാഹുവിന് വഹി നൽകാൻ സാധിക്കുമെന്ന് ഈ പ്രാണിയിലൂടെ, ഈ ജന്തുവിലൂടെ അള്ളാഹു മനുഷ്യനോട് പറയുകയാണ്. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ, മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടി ഉയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക എന്ന്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, തേനീച്ചയുടെ ഒരു കൂട് കാണുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലോ നമ്മുടെ മരത്തിൻ്റെ മുകളിലോ ഒക്കെ തേനീച്ചയുടെ ഒരു കൂട് കാണുമ്പോൾ എപ്പോഴെങ്കിലും സഹോദരങ്ങളെ 68-ാമത്തെ ഈ വചനം വായിച്ചൊരു വികാരം നമ്മളിൽ ഉണ്ടാകാറുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, വല്ലാത്ത പച്ചയായി മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഈ അധ്യായമെന്ന്. ആ തേനീച്ചയുടെ കൂടിനകത്തുള്ള തേനീച്ചക്ക് കിട്ടുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വീടിൻ്റെ മട്ടുപ്പാവിൽ നോക്ക്, അനിത്തഖദി മിനൽ ജിബാലി ബുയൂതൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീടിൻ്റെ മട്ടുപ്പാവിൽ കാണുന്ന തേനീച്ചക്കൂട് വെറുതെ വന്നതല്ല, ഈ വഹീൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. എന്നിട്ട് പറയുന്നത്, സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത് ഫസ്ലുക്കി സുബുല റബ്ബിക്കി ദുലല, എന്ത് മനോഹരമായി പറയുന്നുണ്ടോ. ഇത്തഖദി, കുലി, ഇതൊക്കെയാണ് വഹി. എന്നിട്ട് നീ കുലി മിൻ കുല്ലി സമറാത്ത്, എല്ലാ തരം ഫലങ്ങളിൽ നിന്ന് നീ ഭക്ഷിച്ചു കൊള്ളുക. തേനീച്ചയോട് പറയാം, ഫസ്ലുക്കി സുബുല റബ്ബിക്കി ദുലല, എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചു കൊള്ളുക. എന്ത് മനോഹരാന്ന് ആലോചിക്കുക. എന്നിട്ട് അതിങ്ങനെ പറയാണ്, എന്തൊക്കെയാണത് നമുക്ക് ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത രീതിയാണത്. തേനീച്ച, വ്യത്യസ്തമായ രീതിയിലുള്ള തേനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന തേനീച്ചകളെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. വലിയ തേനും ചെറുതേനുമൊക്കെ ഔഷധമൂല്യമുള്ള വല്ലാത്ത ഒരു സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വ്യത്യസ്തമായ പൂക്കളിൽ നിന്ന് മധു നുകർന്ന് ആ മധു തൻ്റെ ശരീരത്തിലുള്ള, നോക്കൂ, ഒരു മനുഷ്യൻ അവൻ്റെ എത്ര ടെക്നോളജി ഉപയോഗിച്ചും, എത്ര മാൻ പവർ ഉപയോഗിച്ചും, എത്ര ടെക്നിക്കൽ സപ്പോർട്ട് ഉപയോഗിച്ചും ചെയ്താൽ പോലും സാധ്യമല്ല ഒരു പുഷ്പത്തിൽ നിന്ന്, ഒരു പൂവിൽ നിന്ന് ഒരു തുള്ളി തേൻ ഉൽപ്പാദിപ്പിക്കാൻ മനുഷ്യന് കഴിയുമോ? ഒരു തുള്ളി തേൻ. എന്നിട്ടല്ലേ ബാക്കി. നിങ്ങൾ ആലോചിച്ച്, ഒരു ചെറിയ ജീവി, ആ ജീവി ഈ പൂവിൽ പോയി മധു നുകർന്ന് അത് തിരിച്ചു വരുമ്പോഴേക്ക്
അതിനകത്ത് സംഭവിക്കുന്നത് എന്ത് എന്ന് അള്ളാഹു പറയുകയാണ്. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. സുബ്ഹാനല്ലാഹ്, അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തു വരികയാണ്. നോക്കി, അതുവരെയൊക്കെ ഇതിന് വഹി കൊടുത്തിട്ട് ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ, ആ ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തേനീച്ച പ്രവർത്തിച്ചപ്പോൾ ആ തേനീച്ചയുടെ ഉള്ളിൽ നിന്ന് ഉപകാരപ്രദമായ വ്യത്യസ്ത കളറുകളുള്ള ഔഷധ മൂല്യമുള്ള ഭക്ഷണത്തിന് പറ്റുന്ന പാനീയം പുറത്തേക്ക് വരുന്നു. എന്നിട്ട് പറഞ്ഞത് ഫീഹി ശിഫാഉൽ ലിന്നാസ്, അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. നോക്കൂ, വല്ലാത്ത മനോഹരമായ ഒരു വാക്കല്ലേ. ഞാനൊരു വല്ലാതെ ഈ ഈ തേനീച്ചയുടെ ഈ സൃഷ്ടിപ്പിന് എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നിയ ഒന്ന്, അതുവരെ തേനീച്ചയോട് കൽപ്പിച്ചു ഓരോന്നും. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്തഖദീ പറഞ്ഞു, കുലീ പറഞ്ഞു, ഫസ്ലുക്കി പറഞ്ഞു, ഇതൊക്കെ കൽപ്പനയാണ്. എന്നിട്ട് ഈ കൽപ്പന അനുസരിച്ച് ഈ തേനീച്ച പ്രവർത്തിച്ചപ്പോഴോ ഉഖ്റുജി എന്ന് പറഞ്ഞിട്ടില്ല. തേനീച്ചയോടല്ല പറഞ്ഞത്, നിന്റെ തേൻ നീ പുറത്തേക്കിട് എന്ന്, പുറത്തേക്ക് കൊണ്ടുപോകാൻ തേനീച്ചയോടല്ല പറഞ്ഞത്. യഖ്റുജു മിൻ ബുതൂനിഹാ, അതിൻ്റെ ഉദരത്തിൽ നിന്ന്, അത് അനുവദിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ഉദരത്തിൽ നിന്ന് തേൻ പുറത്തു വരികയാണ്. എന്ത് മനോഹരമാണ് ഈ സൃഷ്ടിപ്പ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ മറ്റൊരു അത്ഭുതം സഹോദരങ്ങളെ, ഈ തേനീച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളൊക്കെ മുഅന്നസായിട്ടാണ്, ഫീമെയിലായിട്ടാണ്. ഇത്തഖദീ ആണിനോടാണെങ്കിൽ ഇത്തഖിദ് എന്നാ പറയാം, കുലീ ആണിനോടാണെങ്കിൽ കുൽ എന്നാ പറയാം, ഫസ്ലുക്കി ആണിനോടാണെങ്കിൽ ഫസ്ലുക്ക് എന്നാ പറയാം. സുബ്ഹാനല്ലാഹ്, എല്ലാ കൽപ്പനയും, തേനീച്ചയോട് പറഞ്ഞ എല്ലാ കൽപ്പനയും തേനീച്ചയിലെ തേനീച്ചയോടാണ്. എന്താ കാര്യം? തേനീച്ചയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്നർത്ഥം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ വലിയൊരു പാഠമുണ്ട് എൻ്റെ സഹോദരിമാർക്ക് ഈ അള്ളാഹു തേനീച്ചയോട് പറയുന്ന ഈ കൽപ്പനയിൽ. നോക്കൂ, ഉമ്മമാർക്കാണ് സമൂഹത്തിൻ്റെ, സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ഒരു പങ്ക് നിർവഹിക്കാനുള്ളത്. സൊസൈറ്റിക്ക് നന്മ നൽകാൻ ഒരു തേനീച്ചയുടെ ഉദരത്തിൽ നിന്ന് അതിമനോഹരമായ തേൻ പുറത്തു വരുന്നത് പോലെയാണ് നമ്മുടെ സഹോദരിമാരുടെ ഉദരത്തിൽ നിന്ന് മക്കൾ പുറത്തേക്ക് വരുന്നത്. അവര് ആ മക്കളെ താരാട്ടുപാട്ടി മടിയിൽ വെച്ച് അമ്മിഞ്ഞ പാല് കൊടുത്ത് വളർത്തി ആ ഒരു വലിയ നാഗരികത ഉണ്ടാക്കി തീർക്കുന്നത് ഈ സഹോദരിമാരാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ വല്ലാത്തൊരു സംഭവമാണ്. അത് ശരിക്കും ഈ നഹ്ലിലൂടെ നമ്മൾ പോയാൽ മനസ്സിലാവും. ഞാനൊരു തേനീച്ചയിൽ മാത്രം പറഞ്ഞു നിൽക്കുന്നത് ശരിയല്ലല്ലോ, നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോകണമല്ലോ ഇൻഷാ അല്ലാഹ്. നോക്കൂ, ഖുർആൻ 2 കാര്യത്തെക്കുറിച്ച് ശിഫ എന്ന് പറഞ്ഞിട്ടുള്ളൂ. 2 കാര്യം. ഒന്ന് ഇപ്പൊ പറഞ്ഞ തേനാണ്, രണ്ടാമത്തേത് ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്, 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. 2 കാര്യത്തെക്കുറിച്ചേ വന്നിട്ടുള്ളൂ. ഒന്ന് അസലിൻ്റെ കൂടെയാണ്, മറ്റൊന്ന് ഖുർആൻ്റെ കൂടെയാണ്. അസൽ എന്ന് പറയുന്നത് ഷിഫ ഉൽ അബ്ദാനാണെങ്കിൽ ഖുർആൻ എന്ന് പറയുന്നത് ഷിഫ ഉൽ ഖുലൂബാണ്. ആ വ്യത്യാസമുള്ളത്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അസല് മനുഷ്യന് ശാരീരികമായി ഷിഫ നൽകുന്നതാണെങ്കിൽ ഖുർആൻ മനുഷ്യൻ്റെ ഹൃദയത്തിന് ശമനം നൽകുന്നതാണ്, ഷിഫ നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് സൂറത്തുൻ നഹ്ൽ എന്നതിന് പേര് കിട്ടാനുള്ള കാരണം. ആ പേര് പറഞ്ഞാണ് നമ്മൾ സമയം വൈകിപ്പോയത്, ക്ഷമിക്കണം എല്ലാവരും. അതുപോലെ പറഞ്ഞല്ലോ ഇതിന് സൂറത്തുൻ നിഅം എന്ന് പേരുണ്ട് എന്ന്. നിഅമത്ത് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് നിഅം. അത് നിങ്ങൾ ഒരാവർത്തി ഈ 124 വചനങ്ങൾ മനസ്സിരുത്തി ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകും ഇതിൻ്റെ പേര് സൂറത്തുൻ നിഅം എന്നാണ് എന്ന്. തേനീച്ചയെക്കുറിച്ച് 3 ആയത്തുകളിലാണ്, വചനങ്ങളിലാണ് പറഞ്ഞതെങ്കിൽ സഹോദരങ്ങളെ, ഇത് മുഴുവൻ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ചുള്ള സംസാരമാണ്. സുബ്ഹാനല്ലാഹ്, മുഴുവൻ നിഅമത്തുകളുടെ അടിസ്ഥാനം എന്താണ്? അള്ളാഹു എന്തുകൊണ്ട് നമുക്ക് നിഅമത്ത് നൽകി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അവസാനത്തിലേക്ക് വന്നാൽ നിഅമത്തുകളുടെ സമ്പൂർണതയെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യനൊരിക്കലും പറയാൻ പറ്റാത്തതാണ് ഇതിലുള്ളത്. നമുക്കറിയാം, ഈ തേനീച്ച തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യന് സൗകര്യപ്പെടുത്തി തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലുതല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തേനീച്ച എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിഅമത്തല്ലേ? തേനീച്ച സത്യത്തിൽ നൽകലിൻ്റെയും കൊടുക്കലിൻ്റെയും പരിശ്രമത്തിൻ്റെയും
പരിപാലനത്തിൻ്റെയും ഒക്കെ വലിയ ഒരു സൂചനയാണ്, അല്ലേ? ശാന്തമായാണ് തേനീച്ച പണിയെടുക്കുന്നത്, വളരെ ശാന്തമായി. തേനീച്ചയുടെ ഒരു മൂളൽ മാത്രമേ എല്ലാവരും കേൾക്കാറുള്ളൂ, വേറെ ഒന്നും കേൾക്കാറില്ല. വേറെ ബഹളങ്ങളില്ലല്ലോ, ഒച്ചപ്പാടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു അത്ഭുതമാണ്. തേൻ പോലെയുള്ള ഒരു സാധനം പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിക്ക് എന്തൊക്കെ ശബ്ദം ഉണ്ടാവും, അല്ലേ? എന്തൊക്കെ ശബ്ദമുണ്ടാകും, ഏതൊക്കെ രൂപത്തിൽ പരിസര മലിനീകരണം ഉണ്ടാക്കും, എത്ര പവർ വേണ്ടി വരും. എവിടെ ശബ്ദം, എവിടെ പവർ, എവിടെയാണ് പരിസര മലിനീകരണം? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തേന് മാത്രം മതി സഹോദരന്മാരെ, തേനീച്ച മാത്രം മതി ഇതിൽ. മാത്രമല്ല, തേനീച്ച ഞാൻ പറഞ്ഞല്ലോ, തേനീച്ച കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും വലിയ ഒരു ഉദാഹരണമാണ്, അല്ലേ? പരിശ്രമത്തിൻ്റെ കഠിനമായ പരിശ്രമമാണ്. എവിടെയൊക്കെ പോയാണ് തേനീച്ച ഈ മധു നുകരുന്നെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഉയരങ്ങളിൽ, എത്ര ഭൂപ്രദേശങ്ങളിൽ. എന്നിട്ട് എത്ര വ്യവസ്ഥപ്പെടുത്തിയ രീതിയിലാണ് തേനീച്ചയുടെ ശരീരത്തിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ആ സംസ്കൃത പ്രവർത്തനം നടത്തുന്നത്. ആ സംസ്കൃത പ്രവർത്തനം നടത്തി സംസ്കരിക്കപ്പെട്ട് തേനീച്ചയുടെ ഉദരത്തിൽ നിന്ന് തേൻ പുറത്തു വരുമ്പോഴാണ് നാം അറിയുന്നത് ഒരു ബഹളവുമില്ല, ഒച്ചയില്ല, വല്ലാത്ത സംഭവം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തേനീച്ച നമ്മളോട് ആരോടും ഒരു പൈസ ചോദിച്ചിട്ടോ? ഇല്ല. തേനെടുക്കുന്നവരാണ് പണം നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തേനീച്ച നമ്മളോട് പണം ചോദിക്കുകയാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? അതിന് എത്ര കൊടുക്കേണ്ടി വരും? മനുഷ്യൻ്റെ അടുത്തുള്ള മുഴുവൻ പണവും, മുഴുവൻ ടെക്നോളജിയും, മുഴുവൻ മാൻ പവറും ഉപയോഗിച്ചാൽ ഒരു തേനീച്ച ചെയ്യുന്ന പ്രവർത്തനം ചെയ്യാവുന്ന ഒരു ഫാക്ടറി നിർമ്മിക്കാനാവുമോ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയോ, ഈ സൂറത്തിലാണ്, സത്യത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടു, ഈ സൂറത്തിലാണ് നിഅ്മത്ത് എന്ന പദം ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിട്ടുള്ളത്. നിഅ്മത്ത് മാത്രമല്ല, നിഅ്മത്തിൻ്റെ പലതരത്തിലുള്ള വാക്കുകൾ ഈ സൂറത്തിൽ വല്ലാതെ വന്നിട്ടുണ്ട്. ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഇതാ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ശുക്ർ ചെയ്യ് എന്ന് പറയണം അല്ലാഹു തആല. ചില സമയത്ത് ഞാനിതിങ്ങനെ വായിച്ചു പോയാൽ സമയം ഒരുപാടായി പോകും. ചില സമയത്ത് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിഅ്മത്തിൻ്റെ ബേസ് എവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. വമാ ബികും മിൻ നിഅ്മത്തിൻ ഫമിനല്ലാഹ്, അതല്ലേ ബേസ്. ഒരു സ്ഥലത്ത് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിഅ്മത്തും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മറ്റൊരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅ്മത്തിൻ്റെ ആധിക്യമാണ്. വഇൻ തഉദ്ദൂ നിഅ്മത്തല്ലാഹി ലാ തുഹ്സൂഹാ, അതൊക്കെ ഇതിലാ. നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅ്മത്തുകളെ എണ്ണാനിരുന്നാൽ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കാലത്ത് നമുക്ക് എണ്ണാൻ ആധുനിക സംവിധാനങ്ങളുണ്ട്, എന്നാലും പറ്റൂല. ചില സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅ്മത്തുകളെ തുടർച്ചയായി പറഞ്ഞ ശേഷം ഒരു വാചകം പറയുന്നുണ്ട്, കദാലിക യുതിമ്മു നിഅ്മതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ. അള്ളാഹു ഇപ്രകാരം അവൻ്റെ നിഅ്മത്തുകളെ നിങ്ങൾക്ക് പരിപൂർണമാക്കി തരുന്നു, നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ വേണ്ടി. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു നിഅ്മത്തുകളെ പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നത് ശുക്രിന് വേണ്ടി. ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ വഷ്കുറൂ നിഅ്മത്തല്ലാഹ്. ഇല്ലാത്ത വാക്കുകളാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ ഭക്ഷിക്കുക. ഹലാലായതും ത്വയ്യിബായതും അനുവദിച്ചതും നല്ലതും നിങ്ങൾ ഭക്ഷിച്ചിരിക്കരുത്. വഷ്കുറൂ നിഅ്മത്തല്ലാഹ്, അള്ളാഹു നൽകിയ നിഅ്മത്തുകൾക്ക് നിങ്ങൾ ശുക്ർ കാണിക്കുക. ഇങ്ങനെയാണ് നിഅ്മത്തുകളെ ഈ അധ്യായം സംസാരിക്കുന്നത്. അതിമനോഹരമാണ് സഹോദരങ്ങളെ. എനിക്ക് ഈ നഹ്ല് സത്യത്തിൽ ഈ സൂറത്തുൻ നഹ്ലിൻ്റെ ആ അത്ഭുതം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിയിൽ, ചെറിയ ജീവിയിൽ നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. ആ പാഠത്തിലൂടെ നമ്മൾ എത്തേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഖാലിഖായ അള്ളാഹുവിൻ്റെ ആ വല്ലാത്ത സൃഷ്ടിപ്പാണ്. അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. അതിലൂടെ നമ്മൾ എത്തേണ്ടത് ഉലൂഹിയത്തിലേക്കാണ്. ഇത്ര മനോഹരമായ കൗതുകമായ ഒരു സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹു
എന്തുമാത്രം ആരാധിക്കപ്പെടാൻ അവൻ മാത്രമല്ലേ അർഹൻ, അല്ലെ, കീഴ്പ്പെടാൻ അവൻ മാത്രമല്ലേ അർഹൻ. സത്യത്തിൽ സുബ്ഹാനല്ലാഹ് വല്ലാത്ത ഒരു സംഗതിയാണ്. എനിക്കിത് ഇതിൻ്റെ ആ നഹ്ലിൻ്റെ ആമുഖം പറഞ്ഞിട്ട് പോലും പൂതി തീരുന്നില്ല. ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു വാചകം കൂടി ഞാൻ പറയട്ടെ സഹോദരന്മാരെ. ഈ സൂറത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അള്ളാഹു ഈ സൂറയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് വഹി നൽകി. എന്നിട്ട് പ്രവാചകന്മാരോട് നൽകിയ വഹിയിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അവർക്ക് മനോഹരമായ ജീവിതമുണ്ടാകും, സുന്ദരമായ ജീവിതമുണ്ടാകും. ഏതുപോലെയുള്ള സുന്ദരമായ ജീവിതം? ഈ തേനീച്ചക്ക് വഹി നൽകിയപ്പോ തേനീച്ച ആ വഹി അനുസരിച്ച് പ്രവർത്തിച്ചതിനാൽ തേനീച്ചക്ക് കിട്ടിയ അതിസുന്ദരമായ ജീവിതമില്ലേ? അതുപോലെ മനുഷ്യരെ, നിങ്ങൾക്ക് കിട്ടിയ വഹി അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ തേനീച്ചയെപ്പോലെ മനോഹരമായി നിങ്ങൾക്ക് ജീവിക്കാനാവും. 97-ാമത്തെ വചനം തേനീച്ചയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. നിങ്ങൾ തേനീച്ചയുടെ ജീവിതവും ഈ ജീവിതവും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. തേനീച്ചക്ക് അല്ലാഹു വഹി നൽകി. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിർദ്ദേശിച്ചതനുസരിച്ച് തേനീച്ച ജീവിച്ചു, പ്രവർത്തിച്ചു. അല്ലെ, നിങ്ങൾ ആലോചിച്ചു, അതനുസരിച്ചാ പ്രവർത്തിച്ചത്. അതിൻ്റെ പരിണത ഫലമായി തേനീച്ചയ്ക്ക് മനോഹരമായ ജീവിതമുണ്ടായി. തേനീച്ചയിലൂടെ മനുഷ്യനും മനോഹരമായ വിഭവങ്ങൾ ലഭിച്ചു. അതന്നല്ലേ ഇതും. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ ആരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ ആ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എവിടുന്ന് കിട്ടി? അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ കിട്ടി. അങ്ങനെ അവൻ ജീവിച്ചാൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അതിമനോഹരമായ വിശിഷ്ടമായ ജീവിതം നാം അവന് നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും മനോഹരമായ പ്രതിഫലം നാം നൽകുകയും ചെയ്യും എന്ന്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തേനീച്ചയും വിശ്വാസിയും തമ്മിൽ വല്ലാത്ത പാരസ്പര്യമുണ്ട്, വല്ലാത്ത പാരസ്പര്യം. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാം ഖൈറും നിഅമത്തും ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. തേനീച്ചയെപ്പോലെ, തേനീച്ചക്ക് മടുപ്പ് വരില്ല ഒരിക്കലും. ഏതെങ്കിലും ഒരു തേനീച്ച മടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മടുപ്പ് വരില്ല. അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആക്റ്റീവാണ് തേനീച്ച എപ്പോഴും. അങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി, ആക്റ്റീവായിരിക്കണം എപ്പോഴും. അവന് മടുപ്പ് വരാൻ പാടില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയെ പറഞ്ഞ ശേഷം മനുഷ്യരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ. തേനീച്ചയെ കണ്ട് പഠിക്കണം മനുഷ്യരെ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതി ചെയ്യാനാണ്, നന്മ ചെയ്യാനാണ്, അടുത്തുള്ളവർക്ക് കൊടുക്കാനാണ്. സുബ്ഹാനല്ലാഹ്, തേനീച്ച കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യ സമൂഹത്തിന് മൊത്തം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ രീതിയിൽ നമ്മളിതെല്ലാം മനസ്സിലാക്കിയാൽ അതിമനോഹരമായിരിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, അഅദലു ആയത്തിൻ ഫിൽ ഖുർആൻ വ അജ്മഉ ആയത്തിൻ ലിൽ ഖൈരി വശ്ശർ. അതേതറിയോ? അഅദലു ആയ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നീതിപൂർവമായ ആയത്ത്, എല്ലാ നന്മകളും ചേർത്ത് വെച്ച ആയത്ത് അതേതാണെന്നറിയോ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഇളുകും ലഅല്ലകും തദക്കറൂൻ. 90-ാമത്തെ വചനമാണ്. വല്ലാത്ത വചനം. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതിയാണ്, നന്മയാണ്, അടുത്ത കുടുംബക്കാർക്ക് നൽകാനാണ്. അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നത് ചീത്ത കാര്യങ്ങളാണ്, മോശമായ കാര്യങ്ങളാണ്, അക്രമങ്ങളാണ്. യഇളുകും ലഅല്ലകും തദക്കറൂൻ. ഇങ്ങനെ നിങ്ങളെ ഉപദേശിച്ചു തരുന്നത് നിങ്ങൾ ബോധമുള്ളവരാകാൻ വേണ്ടിയാണ് എന്നാണ് 90-ാമത്തെ വചനം. തേനീച്ചയെ കുറിച്ച് പറഞ്ഞ ശേഷം ഇപ്രകാരം പറഞ്ഞു തരുന്നത് നമുക്കിതിൽ വലിയൊരു പാഠമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം പൂർണ്ണമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.